ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ നന്മയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ നന്മയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. ഈശോയെ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവ്വാരാധനയ്ക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യമായ അവിടുത്തെ പരിശുദ്ധ നാമത്തെ ആരാധിച്ച് വാഴ്ത്തി സ്തുതിക്കുന്നു. ഏറ്റുപാടാം. ഈശോയെ നോക്കി പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. കുടുംബങ്ങളിലേക്ക് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് പാടാം. ആരാധന ആരാധന സ്നേഹമേ ആരാധന. ഹൃദയങ്ങളിലേക്ക് ഈശോയെ സ്വീകരിച്ച് പാടാം. ആരാധന ആരാധന സൗഖ്യമേ ആരാധന. ആരാധന ആരാധന രക്ഷക ആരാധന. രോഗാവസ്ഥകളിലേക്ക് ഈശോയെ സ്വീകരിച്ച് പാടാം. ആരാധന ആരാധന സൗഖ്യമേ ആരാധന. മനസ്സിനേറ്റ മുറിവുകളിലേക്ക് ഈശോയെ സ്വീകരിച്ച് പാടാം. ആരാധന ആരാധന സൗഖ്യമേ ആരാധന. സാമ്പത്തിക ഭാരത്തിന്റെ അവസ്ഥയിലേക്ക് ഈശോയെ ക്ഷണിച്ച് പാടാം. ആരാധന ആരാധന രക്ഷക ആരാധന. പാപ സാഹചര്യങ്ങളിലേക്ക് ഈശോയെ സ്വീകരിക്കാം. ആരാധന ആരാധന ജീവനെ ആരാധന. നമ്മുടെ ബലഹീനതകളിലേക്ക് ഈശോയെ സ്വീകരിച്ച് പാടാം. ആരാധന ആരാധന സ്നേഹമേ ആരാധന. മക്കളെ കുറിച്ചുള്ള ആകുലതകളിലേക്ക് ഈശോയെ ക്ഷണിച്ച് പാടാം. ആരാധന ആരാധന സൗഖ്യമേ ആരാധന. പഠിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന മക്കൾ ഈശോയെ ക്ഷണിച്ച് പാടട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. ജോലി മേഖലയിലേക്ക് ഈശോയെ സ്വീകരിച്ച് പാടാം. ആരാധന ആരാധന ജീവനെ ആരാധന. ജീവിതം മുഴുവൻ ഈശോയുടെ കാൽക്കൽ സമർപ്പിച്ച് പാടാം. ആരാധന ആരാധന ജീവനെ ആരാധന. ആവർത്തിച്ച് പാടാം. ആരാധന ആരാധന ജീവനെ ആരാധന. ജീവനെ ആരാധന സ്നേഹ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വചന ധ്യാനം നടത്തുകയാണ്. ഇസ്രായേൽ ജനത്തെ മോശയ്ക്ക് ശേഷം നയിക്കുന്നതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ജോഷുവയോട് കനാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് മോശ വഴി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന ഒരു വാക്യം നമുക്കൊന്ന് ഓർമ്മിക്കാം. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം: ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം, രാവും പകലും അതേക്കുറിച്ച് നീ ധ്യാനിക്കണം, അപ്പോൾ നീ വിജയം കൈവരിക്കുകയും നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം, അപ്പോൾ നീ വിജയം കൈവരിക്കുകയും നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ജീവിതത്തിൽ വിജയം ലഭിക്കുന്നതും അഭിവൃദ്ധി ഉണ്ടാവുന്നതും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് ദൈവവചനം ശ്രവിക്കുന്ന സമയമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവവചനത്തിന് അങ്ങനെ ഒരു അത്ഭുതകരമായ ശക്തി കൂടിയുണ്ട്. ദൈവവചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ ജീവിതത്തിലെ വിശുദ്ധീകരണം സംഭവിക്കുകയും നമ്മൾ ആഗ്രഹിക്കാത്ത വഴികളിലേക്ക് ദൈവം ജീവിതത്തെ ഉയർത്തുകയും ചെയ്യും. ഏത് തകർന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലിരുന്നാണ് നാം ഈ ആരാധന കൂടുന്നത് എങ്കിലും, നാം ഈ വചനം ശ്രവിക്കുന്നത് എങ്കിലും ഭയപ്പെടരുത്. ന്യായപ്രമാണ ഗ്രന്ഥം അധരത്തിൽ ഉള്ളവരുടെ, അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നവരുടെ ജീവിതത്തെ ദൈവം അഭിവൃദ്ധിയിലേക്ക് ഉയർത്തും എന്നുള്ള ഓർമ്മയോടുകൂടി, എന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് അല്പനേരം ദൈവവചനം ധ്യാനിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് അല്പനേരം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം തിരുസഭ നമ്മുടെ സംരക്ഷക എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. തിരുസഭ കരുണയുടെ കൂടാരം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദിവ്യകാരുണ്യനാഥൻ ദൈവരാജ്യവേല ഈ ഭൂമിയിൽ തുടരുന്നതിൻ്റെ അടയാളമായി പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുന്നതിന് മുൻപ് തിരുസഭയെ ഭരമേൽപ്പിച്ച ദൗത്യങ്ങളെക്കുറിച്ചാണ് നാം ഈ ആരാധനാവേളയിൽ ധ്യാനിക്കുന്നതും തിരുസഭാ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും. കേസറിയ ഫിലിപ്പി എന്ന സ്ഥലത്ത് വെച്ച് പത്രോസ്ലീഹ നടത്തിയ ഒരു വിശ്വാസ പ്രഖ്യാപനം നമുക്കെല്ലാവർക്കും പരിചിതമാണ്. കേസറിയ ഫിലിപ്പി എന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ വചന ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ. സ്നേഹമുള്ളവരെ, കേസറിയ ഫിലിപ്പിയെക്കുറിച്ച് ബൈബിൾ പണ്ഡിതർ പറയുന്നത് പുരാതന കാലം മുതലേ പ്രകൃതി ദേവനായ പാൻ എന്ന ഒരു ദേവന് വേണ്ടി ആരാധന നടത്തുന്നതിന് വിജാതീയർ ആരാധനാലയങ്ങൾ മെനഞ്ഞെടുത്തിരുന്ന സ്ഥലമാണ് കേസറിയ ഫിലിപ്പി. പിന്നീട് ഹെറോദോസ് രാജാവിൻ്റെ മകനായ ഫിലിപ്പ് ആ ദേശത്തിൻ്റെ ഭരണാധികാരിയാകുമ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത്? ചക്രവർത്തിയുടെയും തൻ്റെയും പേരിനോട് ചേർത്ത് സീസർ ആൻഡ് ഫിലിപ്പ്, കേസറിയ ഫിലിപ്പി എന്ന് ഈ പ്രദേശത്തിന് പേര് നൽകുകയും ചെയ്തു. ഇവിടെ വെച്ചാണ് ഈശോ സ്ലീഹന്മാരോടൊരു ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ജനങ്ങൾ പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞുവല്ലോ. അതൊക്കെയും ശിഷ്യന്മാർ ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈശോയ്ക്ക് അറിയേണ്ടത് ജനങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതല്ല. നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് ആരാണ്? അപ്പോൾ ഉത്തരം പറഞ്ഞത് പത്രോസ്ലീഹയാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഈ ദിവ്യകാരുണ്യ ഈശോയെ ഒന്ന് നോക്കി ഹൃദയം തുറന്ന് നമുക്കും പറയാം, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഇനി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വരാം. കേസറിയ ഫിലിപ്പി അന്ന് അവിടെയായിരുന്നുവെങ്കിൽ കേസറിയ ഫിലിപ്പിയുടെ ആവർത്തനങ്ങൾ ഇന്നും ഉണ്ടാകുന്നുണ്ട്. പലതരത്തിലുള്ള വിഗ്രഹ ആരാധനകൾക്കും പലതരത്തിലുള്ള ചക്രവർത്തി ആരാധനകൾക്കുമൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യക്തികളും ചില വസ്തുക്കളും
ചില ആശയങ്ങളുമൊക്കെ ദൈവമായി പലർക്കും മാറുന്ന ഒരു കാലം. ഈ കാലഘട്ടത്തിൽ അന്ന് ശിഷ്യന്മാരോട് ചോദിച്ച അതേ ചോദ്യം ഈശോ ആവർത്തിക്കുന്നു: ഞാൻ നിങ്ങൾക്ക് ആരാണ്? പത്രോസ്ലീഹ പറഞ്ഞതാണ് കൃത്യമായ മറുപടി: ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ദൈവപിതാവിൻ്റെ മുഖം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്ന കാരുണ്യവാനായ ദൈവമാണ് ഈശോ. ഈശോ ദൈവപുത്രനാണ് എന്നുള്ളതാണ് തിരുസഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതിനുശേഷമാണ് ഈശോ തിരുസഭയെ സ്ഥാപിക്കുന്നത് എന്ന് ദൈവവചന വായനയിൽ നിന്നും നമുക്കറിയാം. ആ വചനം ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഈശോ പറഞ്ഞു പത്രോസ്ലീഹായോട്: യോനായുടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളൊന്നുമല്ല നിനക്ക് ഈ വെളിപാട് നൽകിയത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് പറഞ്ഞു നൽകിയത്. സ്വർഗസ്ഥനായ പിതാവ് പത്രോസ്ലീഹായ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ വെളിപാടാണ്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ദൈവപിതാവ് പറഞ്ഞുകൊടുത്തതും പത്രോസ്ലീഹ ഈശോയോട് കെസറിയ ഫിലിപ്പിയിൽ വെച്ച് പറഞ്ഞതുമായ ആ പ്രഖ്യാപനത്തെ ഈശോയെ നോക്കി നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് ആവർത്തിച്ച് പറയാം: ഈശോയെ, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നൽകി പത്രോസ്ലീഹായെ തിരുസഭയുടെ പ്രധാന ആചാര്യനായി നിയമിച്ചുകൊണ്ട് തിരുസഭയുടെ സ്ഥാപനം ഈശോ നടത്തുകയാണ്. ഈ വചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചെറിയ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കാം. ഈശോയുടെ സന്നിധിയിലിരുന്ന് സഭയുടെ അടിസ്ഥാന വിശ്വാസം ഈശോ ദൈവപുത്രനാണ് എന്നുള്ളതാണ്. ഈ ദിവ്യകാരുണ്യനാഥൻ, ഈ കൂദാശയിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ ദൈവപുത്രനാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. ഈ വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നിറയുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഇനി എന്താണ് സഭയുടെ അടിസ്ഥാനം? പത്രോസ് മറ്റു സ്ലേഹന്മാരുടെയും കൂടി അടയാളവും പ്രതീകവുമായിട്ടാണ് അവിടെ നിലകൊള്ളുന്നത്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട ദൈവഭവനമാണ് നിങ്ങളെന്ന് പൗലോസ് അപ്പസ്തോലൻ പറയുന്നില്ല. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അടിത്തറ അപ്പസ്തോലന്മാരുടെ പഠനവും പ്രബോധനങ്ങളും ദൈവവചനത്തിൽ അവർ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവിക സത്യങ്ങളുമാണ്. അതുകൊണ്ട് സഭയുടെ വിശ്വാസം ഈശോ ദൈവപുത്രനാണ് എന്നുള്ളതാണെങ്കിൽ സഭയുടെ അടിത്തറ പ്രവാചകന്മാരുടെയും അപ്പസ്തോലന്മാരുടെയും ഈശോയുടെ ശുശ്രൂഷ തുടർന്ന ശ്ലീഹന്മാരുടെയും പ്രബോധനങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. അതിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ തിരുസഭയുടെ മക്കളായി മാറുന്നത്. ഒന്നാമതായി ഈശോ ദൈവപുത്രനാണ് എന്നുള്ള വിശ്വാസം ഏറ്റുപറയാനുള്ള ധൈര്യമാണ് തിരുസഭയിൽ ഓരോ വിശ്വാസിക്കും ഉണ്ടാവേണ്ടത്. രണ്ടാമതായി അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളെയും പഠനങ്ങളെയും ജീവിത വഴികളെയും അംഗീകരിക്കാനുള്ള വിനയമാണ് തിരുസഭയിലെ വിശ്വാസികൾക്കുണ്ടാവേണ്ടത്. ഇനി എന്താണ് തിരുസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന വലിയ വാഗ്ദാനം? നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഒരു തിന്മയുടെ ശക്തിയും നമുക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് ഈ തിരുസഭയിൽ അംഗങ്ങളായിരിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കാം. കാരണം ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സംരക്ഷണം, അപ്പസ്തോലന്മാരുടെ മാധ്യസ്ഥ ശക്തിയുടെ സംരക്ഷണം, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയുടെ സംരക്ഷണം, പരിശുദ്ധ അമ്മയുടെ ജീവിത വിശുദ്ധിയുടെ സംരക്ഷണം ഒക്കെയും ഏറ്റുവാങ്ങുന്നതുകൊണ്ട് ഒരു നാരകീയ ശക്തികളും നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ തൊടുകയില്ല എന്ന് ഈശോയുടെ സന്നിധിയിലിരുന്ന് നമുക്ക് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കാം. നരക കവാടങ്ങൾ ഒരിക്കലും തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. തിരുസഭയുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കെതിരെ, തിരുസഭയുടെ വിശുദ്ധ ബലിയർപ്പണങ്ങൾക്കെതിരെ പ്രബലപ്പെടുകയില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് പിതാവായ ദൈവം ദൈവപുത്രനാണ് എന്ന് ആരെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നോ ആ ഈശോ മിശിഹായിലാണ്. ആ ഈശോ മിശിഹായിൽ വിശ്വസിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താം. ഇനി എന്താണ് തിരുസഭയുടെ അധികാരമെന്നുകൂടി ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ പത്രോസ്ലീഹ വഴി തിരുസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവശാസ്ത്ര ഗ്രന്ഥകാരന്മാരൊക്കെ പറയുന്നത് ഇത് പാപമോചന അധികാരം തിരുസഭയ്ക്കുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്ന് തന്നെയാണ്. പാപങ്ങൾ മോചിക്കുന്ന അനുരഞ്ജന കൂദാശ വഴി
നമ്മുടെ പാപങ്ങളെയും കറകളെയും കഴുകിക്കളഞ്ഞ് ദൈവകരുണയിൽ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയും തിരുസഭ വഴി ഇന്ന് തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഈശോയുടെ സന്നിധിയിൽ ഏറ്റുപറയാം. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട ദൈവഭവനത്തിലെ അംഗങ്ങളാണ് നമ്മളെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. നരക കവാടങ്ങൾ ഒരിക്കലും തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തിരുസഭയിലെ അംഗങ്ങളാകുന്നതിൽ ഈശോയുടെ സന്നിധിയിലിരുന്ന് നമുക്ക് അഭിമാനിക്കാം. സഭയുടെ അധികാരം, പാപമോചന അധികാരം, ജീവിതത്തിൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് അനുരഞ്ജന ശുശ്രൂഷയിലും കൂദാശയിലും സന്നിഹിതമായിരിക്കുന്ന ദൈവകൃപ അതിൻ്റെ അർത്ഥത്തിൽ പൂർണ്ണമായും ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സ്വീകരിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് ശ്രദ്ധിക്കാം. തിരുസഭയ്ക്ക് മാതൃകയാക്കാവുന്ന ആദിമ ക്രൈസ്തവ സഭാസമൂഹത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുകൂടി ദിവ്യകാരുണ്യനാഥൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തൊക്കെയാണ്? അവരൊരു സമൂഹമായിരുന്നു. അവരെല്ലാം പൊതുവായി കരുതിയിരുന്നു. അവരുടെ ഇടയിൽ ദരിദ്രരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. ഹൃദയലാളിത്യത്തോടെ അവർ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അവർ ദൈവത്തെ സ്തുതിച്ചിരുന്നു. ദിവസം തോറും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും അപ്പം മുറിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ ബലിയർപ്പിച്ച് ദൈവവചനം പഠിച്ച് ഹൃദയലാളിത്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമൂഹമാവണം തിരുസഭ എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചനയാണത്. ഹൃദയലാളിത്യത്തോടുകൂടി വ്യാപരിക്കുന്ന, ജീവിക്കുന്ന, ദൈവവചനം പഠിക്കുന്ന, ദൈവവചനം പഠിക്കാൻ ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന, അപ്പം മുറിക്കൽ വിശുദ്ധ കുർബാനയുടെ സൂചനയാണ്. വിശുദ്ധ കുർബാന അപ്പത്തിൻ്റെ ചുറ്റും ഒരുമയോടെ അണിനിരക്കുന്ന, ആരും ദരിദ്രരായിട്ടില്ലാത്ത, എല്ലാം പൊതുവായി കരുതുന്ന, മറ്റുള്ളവരുടെ സങ്കടങ്ങളെ തിരിച്ചറിയുന്ന ഒരു സഭാ സമൂഹമാണ് തിരുസഭ. അങ്ങനെ ആവണമെന്നുള്ളതാണ് ഈശോയുടെ സ്വപ്നമെന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് തിരിച്ചറിയാം. ഹൃദയലാളിത്യത്തോടെ വ്യാപരിക്കുന്നതിന്, ദൈവത്തെ സ്തുതിക്കുന്നതിന്, ദൈവവചനം പഠിക്കുന്നതിന്, വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനൊക്കെ സമയം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് കൂടി നമുക്ക് തിരിച്ചറിയാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് കേട്ട ദൈവവചന ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുകയും സ്നേഹത്തോടെ ഈശോയെ ആരാധിക്കുകയും നമ്മുടെ വിശ്വാസം ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുപറയുകയും ചെയ്യാം. രക്ഷയുടെ അടയാളമായി ഈശോ സ്ഥാപിച്ച തിരുസഭയിലെ അംഗങ്ങളാണ് നമ്മൾ. ഒരു നരക കവാടവും തിരുസഭയുടെ ശുശ്രൂഷകൾക്കെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഈശോ തിരുസഭയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. തിരുസഭ ശുശ്രൂഷകർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നതിന് ഈ അവസരം നമുക്ക് വിനിയോഗിക്കാം. ബലഹീനതകളും കുറവുകളും അയോഗ്യതകളുമുള്ള പാപികളായ മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്തുയർത്തി അവിടുത്തെ കരുണയ്ക്ക് കാരണക്കാരാക്കി തിരുസഭയുടെ ശുശ്രൂഷകരാക്കി ദൈവം ഉയർത്തി. ഈ കാലഘട്ടത്തിൽ തിരുസഭയെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പത്രോസ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണല്ലോ നമ്മുടെ ധ്യാന വിഷയം. പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് എന്താണ്? ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹായെക്കുറിച്ചുള്ള അറിവ്. ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. അവിടുത്തെ നോക്കി നമുക്ക് നമ്മുടെ വിശ്വാസമേറ്റ് പറയാം. ഈശോയെ, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. പിതാവായ ദൈവത്തിൻ്റെ മുഖം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകിയത് അങ്ങാണ്. ഈശോ കർത്താവാണെന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ അവൻ രക്ഷ പ്രാപിക്കുമെന്നാണ് വചനം പറയുന്നത്. ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കാം, അധരം കൊണ്ട് ഏറ്റുപറയാം, ഈശോയെ അങ്ങ് കർത്താവാണ്. ഈശോയെ അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനും. ദൈവപുത്രനായ മിശിഹായെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു.
പാടി പ്രാർത്ഥിക്കാം. എല്ലാ മുട്ടും മാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഈശോയെ നോക്കി പാടാം. എല്ലാ മുട്ടും മാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കർത്താവായ ഈശോയെ, അങ്ങയുടെ മഹനീയമായ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ആദിമ ക്രൈസ്തവ സഭാസമൂഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ. ഒരിക്കൽ കൂടി ദൈവവചനം പഠിക്കുന്ന, വിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഒരുമിച്ച് ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുന്ന, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ തിരിച്ചറിയുന്ന ആദിമ ക്രൈസ്തവ സഭാസമൂഹത്തിൻ്റെ നന്മ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അടിസ്ഥാന വിശ്വാസമായ ഈശോ ദൈവപുത്രനാണ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തിലും സത്യത്തിലും ഉറച്ചു നിൽക്കുവാൻ, ആ വിശ്വാസം അനുദിനം ഏറ്റുപറയുവാൻ, ഈശോയെ അറിയാത്ത മറ്റനേകരെ കൂടി അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം വഴി ആകർഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷയുടെ അടയാളമായി തിരുസഭ നിലകൊള്ളുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. യേശുവേ, യേശുവേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. യേശുവേ, യേശുവേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഈശോയെ നോക്കി വിശ്വാസം എല്ലാ ഏറ്റുപറയാം. മുട്ടും മാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മുട്ടും മാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. വിശ്വാസത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. തിരുസഭാ ശുശ്രൂഷകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മുട്ടും മാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം കർത്താവായ ഈശോയെ, അങ്ങയുടെ മൗതിക ശരീരമായ തിരുസഭയെ സ്നേഹിക്കുവാൻ, തിരുസഭാ ശുശ്രൂഷകരെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ ഭൂമിയിൽ ദൈവരാജ്യവേല തുടരേണ്ടത് തിരുസഭയിലൂടെയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഉജ്ജ്വലിപ്പിക്കണമേ. തിരുസഭയുടെ വിശുദ്ധി ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിശുദ്ധിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും തിരുസഭയുടെ വിശുദ്ധിക്കും തിരുസഭയുടെ ദൈവരാജ്യ വേലയ്ക്കും അനുഗ്രഹങ്ങൾ ആകത്തക്ക വിധം
വ്യാപരിക്കുവാനും അതനുസരിച്ച് വിശുദ്ധിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഈശോയെ സഹായിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അനന്തമായ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളുടെ എല്ലാം ജീവിതങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. തിരുസഭയുടെ സജീവ വിശ്വാസത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്നവരായി അപ്പസ്തോലന്മാരുടെയും പ്രവാചകന്മാരുടെയും അനുഗ്രഹീതമായ പ്രബോധനങ്ങളിൽ അടിയുറച്ച് ജീവിതം നയിച്ച് തിരുസഭയിലെ അംഗങ്ങളായിക്കൊണ്ട് തന്നെ എല്ലാ നാരകീയ ശക്തികളെയും തോൽപ്പിക്കുന്ന ദൈവകൃപയുടെ ഉടമകളായി പാപമോചനാധികാരം തിരുസഭയ്ക്ക് ലഭിച്ചിരിക്കുമ്പോൾ ആ ദൈവകൃപയും കരുണയും ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങി വിശുദ്ധിയിൽ വ്യാപരിക്കാനുള്ള ആഗ്രഹം സമർപ്പിച്ച് അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്ക്